ഇനി അങ്ങോട്ട് നമുക്കറിയാം ഒരു റെയിനി ടൈമാണ്. അപ്പോൾ ഈ ഒരു ടീച്ചേഴ്സൊക്കെ അല്ലെങ്കിൽ സാരീസ് ഡെയിലി യൂസ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് നല്ലൊരു കളക്ഷൻ ആട്ടോ കേട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. സൂപ്പർ നെറ്റ് കോട്ടയ്ക്കകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്ലോറൽ പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മിഷൻ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്ത് വൈറ്റ് കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ കൂടെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. പല്ലുവിൻ്റെ പോർഷനിൽ ഈ ഒരു ലുക്കാട്ടോ വരുന്നത്. അങ്ങനെ അതിൻ്റെ കൂടെ നെഗറ്റീവ് പ്രിൻറ്റും കൂടി വരുന്നുണ്ട്. സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ് ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാട്ടോ, പീച്ച് പിങ്ക് ഷെയ്ഡാണ്. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന, ഇപ്പോൾ ഒരു ഓറഞ്ച് ആൻഡ് ഞാൻ വെയർ ചെയ്തേക്കുന്ന പോലെ ഒരു മസ്റ്റർഡ് യെല്ലോ ടോണിലൊക്കെ വരുന്ന ബ്ലൗസിൻ്റെ കൂടെ ഈസി ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെയാണ് വന്നേക്കുന്ന, ഒരു ജോമെട്രിക് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു 3 കളർ ഷെയ്ഡ്സ് കൂടി അവൈലബിൾ ആണ്. ഞാൻ നെക്സ്റ്റ് കളർ കാണിക്കുമ്പോൾ ആ ഒരു ബ്ലൗസിൻ്റെ ലുക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാട്ടോ. ഇതിനകത്തും സെയിം പ്രിൻറ്റഡ് പാറ്റേൺ ആണ് വന്നേക്കുന്ന, ഒരു ഫ്ലോറൽ സ്റ്റൈൽ തന്നെ. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. ഇത് പല്ലുവിൻ്റെ പോർഷനിലാണ്. ആൻഡ് നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഈ ഒരു ലുക്കാട്ടോ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ചന്തേരിയുടെ ഒരു വീവിങ് സ്റ്റൈൽ, ഒരു സെമി ചന്തേരി വീവിങ് സ്റ്റൈലാണ് വന്നേക്കുന്നത്. അതിനകത്തൊരു ഡിജിറ്റൽ പ്രിൻറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഐ ലുക്കാട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് സെക്കൻഡ് കളർ. ഇതാട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ പാലറ്റ് ആട്ടോ. ഇതിനകത്ത് പ്രിൻറ്റഡ് പാറ്റേൺ ആൻഡ് ബ്ലൗസ് പീസ് എമേ സിൽക്കിനകത്ത് വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ആൻഡ് നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റ്സിനകത്ത് ട്രേപ്പ് ചെയ്തെടുക്കാൻ കൂടി പറ്റുന്ന ഒരു സാരി കേട്ടോ. അപ്പോൾ പോർഷൻ നമ്മൾ സിംഗിൾ പ്ലീറ്റ് ചെയ്ത് ഇടണമെന്നില്ല, പ്ലീറ്റ് എടുത്ത് കൊടുക്കാനാണെങ്കിലും നല്ലൊരു സാരി ലുക്കാട്ടോ. ആൻഡ് ഇതിനകത്ത് ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കറിയാമല്ലോ സൂപ്പർ നെറ്റ് കോട്ട ഭയങ്കര തിന്നായിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു അഫോർഡബിൾ റേഞ്ചിനകത്തും കൂടി കൊണ്ടുവന്നേക്കുന്ന കളക്ഷനാണ്. 1999 പ്രൈസ് റേഞ്ചിനകത്ത് BLD 1315 എന്ന കോഡിലാട്ടോ ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡ്. ആൻഡ് ഇതിനകത്തും സെയിം ആ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് വരുന്നത്. നമുക്കെല്ലാം ഒരു സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്ന BLD 1314 പ്രൈസ് റേഞ്ച് 1999. ഇന്നത്തെ ഈ ഒരു സാരീൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പല്ലുവിൻ്റെ പോർഷനിൽ വരുന്ന ഈ ഒരു പ്രിൻറ്റും ഷെയ്ഡഡ് എഫക്റ്റിലാണ് ആ ഒരു പ്രിൻറ്റ് വന്നേക്കുന്നത്. ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് പോകുന്ന ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് പീട്ട വർക്ക് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഒരു 4 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. 5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാട്ടോ. അപ്പം വെയർ ചെയ്തിട്ടുള്ള ലുക്കും കാണാം. ഇതാണ് ബാക്കി വരുന്ന കളേഴ്സ്. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതാട്ടോ. പല്ലുവിൽ വരുന്നത് ഒരു ക്രീം ബേസ് കളർ ക്രീം കൊടുത്തിട്ട് ബോഡിയിൽ വരുന്ന ആ ഒരു ഓറഞ്ച് ഷെയ്ഡിനെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കാണ് ഫ്ലവേഴ്സ്. അതിൻ്റെ കൂടെ ഔട്ട്ലൈൻ പോലെയാണ് പീട്ട വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ബ്ലൗസ് പീസ് നമുക്ക് ഈ ഒരു ക്രീം ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ത്രൂ ഔട്ട് സ്കാലപ്പ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഹാങ്ങിങ് ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ഒരു മോട്ടിഫൈ, അത് പീട്ട വർക്ക് ചെയ്തെടുത്തേക്കാണ്. ഇതാണ് സാരീൻ്റെ ലുക്ക് വരുന്നത്. നമുക്കിതിൻ്റെ കളേഴ്സ് കാണാം കേട്ടോ. ഇത് വന്നേക്കുന്ന ക്രീം ബേസിനകത്താണ് എല്ലാം വന്നേക്കുന്നത്. ഇത് ക്രീമിൻ്റെ കൂടെ ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ. നമുക്കിതിനകത്ത് ബ്ലൗസ് പീസിൻ്റെ ലുക്കും കൂടി നോക്കാം കേട്ടോ. ഓക്കെ, ബ്ലൗസ് വരുന്നത് നമുക്ക് ആ ഒരു ക്രീം ഷെയ്ഡ്, ഇതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതിനകത്തൊരു ഔട്ട്ലൈൻ ലുക്കിൽ ആ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ വേറെ ചെയ്തേക്കുന്നതിനകത്ത് ഈ ഒരു ബ്ലൂ കളർ ഔട്ട്ലൈൻ പോലത്തെ ആ ഒരു ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് ഓറഞ്ച് ഷെയ്ഡിലാട്ടോ വരുന്നത്. നമുക്കൊരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരി ലുക്ക്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ആട്ടോ. ഇതിനകത്തും സെയിം ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. നമുക്കൊരു ഈവനിങ് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. ഒരു യെല്ലോ ഷെയ്ഡ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ. ബ്ലൂ അല്ല, ഗ്രീൻ ഷെയ്ഡ്. ആൻഡ് ഫൈനലി വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡിൻ്റെ കൂടെ മോവിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ. പിങ്ക് വരുന്നുണ്ട്, നമ്മൾ ബേബി പിങ്ക് വന്നിട്ട് എൻഡിലോട്ട് വരുമ്പോൾ ഡാർക്കായിട്ട് വരികയാണ്. സെൻറ്റർ പോർഷനിലോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് പോകുന്നൊരു ലുക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഫൈനൽ കളർ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ കാണാനായിട്ട്. ഈ ഒരു സാരീൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നതും ആ ഒരു പല്ലുവിൻ്റെ ലുക്ക് തന്നെയാണ്. BLD 1354 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സാരി. അടുത്ത് വരുന്ന ഡിഫറെൻറ്റ് കോഡ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2863.
ഇതിൻ്റെ എല്ലാം ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു വർക്ക് വെയർ ആയിട്ടോ ഇല്ല നമുക്കൊരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ അമ്മമാർക്കാട്ടോ കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ വന്നേക്കുന്നത്. കുറച്ച് കളർ ഷെയ്ഡ്സും കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്ന ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, അതിനകത്ത് വൈറ്റ് ത്രെഡ്സ് യൂസ് ചെയ്ത് ഒരു മിഷൻ എംബ്രോയ്ഡറിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് ഒരു 5-6 ഇഞ്ചോളം വരുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്, അതിനകത്ത് ഫ്ലോറിൻ്റെ ഒരു സ്റ്റൈലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പേസ്ലീസിൻ്റെ ഒക്കെ ഒരു ലുക്കാട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ജോമെട്രിക് സ്റ്റൈലിലുള്ള ഒരു വീവിങ് ഫുള്ള് മെഷീനിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതിന് എൻഡിലായിട്ട് ഫ്ലാറ്റ് പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. പല്ലുവിൻ്റെ പോർഷൻ റണ്ണിങ്ങിൽ തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസും റണ്ണിങ്ങിലാണ് വരുന്നത് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടി കണ്ടുപോകാം കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു വൈറ്റ് ഷെയ്ഡ്, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്, ഒരു ക്രീം ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ആ വൈറ്റിനകത്ത് വൈറ്റ് വന്നപ്പോൾ തന്നെ ഒരുപാടങ്ങ് അറിയുന്നില്ല, സട്ടിലായിട്ട് നിൽക്കുന്ന സ്മൂത്തായിട്ടുള്ളൊരു വീവിങ് ആട്ടോ ഇതിനകത്ത് പോകുന്നത്. ഈ ഒരു സെയിം പാറ്റേൺ ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ക്രോഷ്യ ലേസിൻ്റെ ഒരു ഫിനിഷിങ് കൂടി വരുന്നുണ്ട് ആ ഒരു പൈപ്പിങ്ങിൻ്റെ കൂടെ ചേർന്ന് തന്നെ. ആൻഡ് ബ്ലൗസിൽ നമ്മുടെ സാരീൻ്റെ ബോഡിയിൽ വരുന്ന ആ ഒരു ജോമെട്രിക് സ്റ്റൈലില്ലേ, ആ ഒരു ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത് വിത്ത് ലേസ് ഫിനിഷോട് കൂടി വരുന്ന ബ്ലൗസ് പീസ് ആണ് സെക്കൻഡ് കളർ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം ആ ഒരു ബോഡിയിൽ വരുന്ന സെയിം ഒരു ജോമെട്രിക് സ്റ്റൈലിലുള്ള വീവിങ് ആണ് ബ്ലൗസ് പീസ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. രണ്ട് ടൈപ്പാണ് വന്നേക്കുന്നത് കേട്ടോ. ചിലതിനകത്ത് നമുക്ക് ലേസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ചിലതിനകത്ത് ഫ്ലാറ്റ് പൈപ്പിംഗ് മാത്രം കേട്ടോ വന്നേക്കുന്നത്. ഈ ഒരു ബ്ലൂവിനകത്ത് ഫ്ലാറ്റ് പൈപ്പിംഗ് മാത്രമാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബേജ് ഷെയ്ഡ്, ടസർ ഫിനിഷിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടസർ ഫാബ്രിക്കിനകത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മൂത്ത് ആൻഡ് ഷീനായിട്ടുള്ള ഒരു ലുക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ദിസ് ഈസ് പല്ലു പോർഷൻ ആൻഡ് ബോഡി പോർഷൻ. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ലോവറിലായിട്ട് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ബേബി പിങ്ക്, ഇതിനകത്ത് ലേസ് ഫിനിഷ് വരുന്നുണ്ട്. ബോഡി പോർഷൻ ആൻഡ് പല്ലുവിൻ്റെ ലുക്ക്. ബ്ലൗസ് പീസ് ഇതാട്ടോ. ഓക്കെ, ബ്ലൗസ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ബ്ലൗസ് ഈ ഒരു ലുക്കാട്ടോ വിത്ത് ലേസ് ഫിനിഷ് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡ്, ഇതിനകത്തും ലേസ് ഫിനിഷ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി വന്നേക്കുന്ന ഈ ഒരു ക്രീം ഷെയ്ഡാട്ടോ. ഇതെല്ലാം SUN എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടൈപ്പ് സാരി കൂടി അവൈലബിൾ ആണ്. ഇതിനകത്ത് ബോഡിയിൽ ഫുള്ളായിട്ടൊരു ജോമെട്രിക് സ്റ്റൈലല്ലേ വന്നേക്കുന്നത്. വേറൊരു ടൈപ്പ് വരുന്നത് നമുക്ക് ഇതിനകത്ത് സ്കാറ്ററായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പോലെ ഫ്ലവേഴ്സിൻ്റെ ഒരു ലുക്കും കൂടിയാട്ടോ. SUN 371 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3999. ഇതിൻ്റെ ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.